ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന നല്ലൊരു ഫിഷ് കറിയാണ്. ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഡൊറാഡെ എന്ന് പറയുന്ന ഫിഷ് കറിയാണ് വെച്ചതാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിഷ് 500 ഗ്രാം 1/2 കിലോയാണ്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പ് വെച്ച് അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതായാലും ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സവോളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവോളയല്ല, ചെറിയ സവോള. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് എടുത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പച്ചമണം മാറാതെ നമുക്കൊന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ തീ കുറച്ച് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടികൾ ഇട്ടുകൊണ്ട് നമ്മളത് കരിഞ്ഞു പോകും പൊടി. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ആക്കുമ്പോൾ നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ലൊരു മീൻകറി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 250 ml ഉണ്ട്. അത് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിന് ചാറ് കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുടംപുളി ഒരു 3-4 അല്ലി, വലിയ അല്ലിയല്ല, ചെറിയ അല്ലികളാണ്, 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡൊറാഡെ ഫിഷ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത്, ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയുണ്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് നമുക്ക് ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. ഈ സമയം നമ്മൾ തീ കൂട്ടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുമെന്ന് നോക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ചതാണിത്. ഇനി നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ഹീറ്റിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ചേർക്കാൻ നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും കറിവേപ്പിലയുടെ. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു മീൻ കറിയാണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.